ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ മനുഷ്യർക്കാരാണ് അവകാശം നൽകിയത്. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു നൽകുന്നു, അവനുദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു. എന്തിനേറെ, ഏകദൈവത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് ഏതൊരു മതക്കാരനാണെങ്കിലും അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടെന്ന് പറയുന്നത് ഖുർആനല്ലേ. പിന്നെ എന്തിനാണ് ചില ആളുകൾ ചികഞ്ഞന്വേഷിക്കുന്നത്? അതല്ല, ഇവരെ ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? അന്തരിച്ചു പോയ പ്രിയപ്പെട്ട നടൻ കലാഭവൻ നവാസിന്റെ നരകസ്വർഗം അന്വേഷിച്ച് നടക്കുന്നവരോടാണ് പറയാനുള്ളത്. എന്തിനു വേണ്ടി ഈ പോക്ക് പോകുന്നു കോയ? ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളിൽ അവശേഷിക്കുന്ന നന്മകൾ ഇല്ലാതാകുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നരകത്തിലേക്കെത്തുകയും ചെയ്യും. ഇതുപോലും അറിയാതെയാണ് ചില ആളുകൾ അനാവശ്യ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. കേരളം ഒന്നാകെ കണ്ണീരിലാണ്ട കലാഭവൻ നവാസിന്റെ പെട്ടെന്നുള്ള വിയോഗം കൂടുതൽ വിഷമ സാഹചര്യമുണ്ടാക്കിയതും ഇദ്ദേഹം സന്മനസ്സിനുടമയും ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളും ആയതുകൊണ്ടാണ്. കൂടാതെ തികഞ്ഞ മതവിശ്വാസിയും കൂടെയായിരുന്നു കലാഭവൻ നവാസ്. ഈ വേളയിൽ നവാസിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ നവാസിന്റെ ചാരത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഉസ്താദിനോട് പറഞ്ഞ ചില വാക്കുകൾ, അത് കേൾക്കുമ്പോൾ ഇവരെ ഈ കാര്യത്തിൽ ആരെങ്കിലും അധികാരപ്പെടുത്തിയോ എന്ന് തോന്നിപ്പോകും. ഇതൊന്നും നമ്മുടെ തീരുമാനമല്ല. അദ്ദേഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നും വ്യക്തിപരമായി അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നും തികച്ചും മനസ്സിലാക്കിയത് പടച്ചവനാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള പ്രതിഫലം രക്ഷിതാവ് നൽകും. ഇത്തരം കാര്യങ്ങൾ ശരി തന്നെയാണോ ഉസ്താദ് എന്ന് ഒരു ഹൈന്ദവ സുഹൃത്ത് സുഹരി ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദിന്റെ ഈ മറുപടി, ഇത് മാത്രം മതി ഇത്തരം ആളുകൾക്ക് അവരുടെ സൂക്കേട് മാറിക്കിട്ടുവാനും മാത്രം. മരണപ്പെട്ടുപോയ ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവൻ നവാസ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്ന ഒരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ്, എന്തിനാണ് മുസ്ലിയാരെ തലക്കെടുക്കെടുക്കൊണ്ട് അവിടെ പോയിരുന്ന് ഇതൊക്കെ ചൊല്ലുന്നത്? ഇവരൊക്കെ സിനിമാ നടന്മാരല്ലേ, മറ്റല്ലേ, മറിച്ചല്ലേ, വളരെ പരിഹാസരൂപേണ ഈ മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോ ഒക്കെ താഴെ കമൻറ്റ് എഴുതുകയാണ്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തൻ്റെ കുഞ്ഞു പോയെന്നുള്ളതാണ്. ഞാൻ പിന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരോട് സസ്നേഹം പറയാനുള്ള കാര്യം, നിങ്ങൾ എന്താണ് അള്ളാഹുവിനെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്? ഇതിൽ മാത്രമുള്ള അസുഖമല്ല. ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ, എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ യാദൃശ്യവശാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോയിട്ട് വേശ്യ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസത്തിന്റെ പേരിൽ ഇത്രയും അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോട് ഏതെങ്കിലും തരത്തിൽ, മതത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നും. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കുഫിരിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മളെ ഈ കമന്റ് ആയിരിക്കും. വെറുത്തു. ഇതാണ് മതം സഹിഷ്ണുതയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല ഫിർഔനോട് സംസാരിക്കാൻ പറഞ്ഞു വിടുമ്പോൾ പറഞ്ഞത്, പ്രവാചകരെ അങ്ങ് വളരെ മിതമായ രൂപത്തിൽ, മാന്യമായ ഭാഷയിൽ, സഭ്യമായ ഭാഷയിൽ വേണം അദ്ദേഹത്തോട് സംസാരിക്കാൻ. ഇതാണ് മതം. രണ്ടാമതൊരു കാര്യം, ഒരാളെ സ്വർഗത്തിൽ നരകത്തിലേക്ക് ആക്കാൻ നമ്മളാരാണ്? നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ സ്വർഗത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾ സ്വർഗത്തിലാണെന്ന് അഭിപ്രായം പറയാൻ കഴിയുക? നമ്മൾ ഈ വിലയിരുത്താൻ നമ്മൾ ആരാണ്? നമുക്കതിന് എന്ത് ക്വാളിറ്റിയാണുള്ളത്? വിവരമുള്ളവരും മതം പഠിച്ചവരുമായ ഉസ്താദുമാരുടെ അഭിപ്രായം ഇങ്ങനെയാണ്. ഈയിടയിൽ അനാവശ്യ കമന്റുകളുമായി എത്തുന്നവർ എത്ര വലിയ കുറ്റകരമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് അല്ലാഹു പൊറുത്തു നൽകട്ടെ, അവൻ്റെ മഹത്തായ രക്ഷ നൽകട്ടെ.